കണ്ണീരിലാഴ്ത്തിയ ഒരു ജനത. നീതി നിഷേധത്തിന്റെയും പരിഷ്കരിച്ച അടിമത്തത്തിന്റെയും വികൃത മുഖങ്ങൾ മിന്നി പറയുന്ന ജനത. അജ്ഞതയുടെ അന്ധകാര ലോകത്തിൽ വെളിച്ചം പകരാൻ ഒരു ശബ്ദം. നാടകം ആരംഭിക്കുന്നു. തിരിച്ചറിവിന്റെ ശബ്ദം. ഞങ്ങളുടെ അട്ടപ്പാടിയിൽ മോഷണ കുറ്റം ആരോപിച്ച് നാട്ടുകാർ മർദ്ദിച്ച ആദിവാസി മരിച്ചു. അട്ടപ്പാടി മുക്കാലിലാണ് സംഭവം. ഞാനാണ് സാർ, മധുവാണ്. നിങ്ങൾ കൊന്ന അതേ മധു. അടിമത്തം എന്റെ മാതാപിതാക്കന്മാരെ ഇന്ന് നശിപ്പിച്ച അന്ധകാര ലോകം വീണ്ടും വീണ്ടും ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വിശപ്പിന്റെ പേരിൽ അല്പം ആഹാരം എടുത്തത് യുവാവിനെ തല്ലിക്കൊല്ലുന്നു. ഇന്ന് ആ കുടുംബത്തിന് നീതി പോലും ലഭിക്കാത്ത വിധം ആ സംഭവം തന്നെ മാറിപ്പോകുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ മതേതരത്വം പറയുന്ന ഇന്ത്യയിൽ, ഈ സാക്ഷര കേരളത്തിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കണം. ഇത് സഹിക്കണം. അടിമത്തം അടിമത്തം അടിമത്തം. എന്ത് പറ്റിയ അപ്പച്ചൻ നന്നായി ഉയർത്തുന്നുണ്ടല്ലോ. അപ്പച്ചൻ സ്വപ്നമെല്ലാം കണ്ടോ? അപ്പച്ചൻ എന്ത് സ്വപ്നാ കണ്ടത്? അപ്പച്ചൻ പേടിക്കണ്ട, അച്ഛനോടൊപ്പം ഞങ്ങൾ ഇരിക്കാം. സ്വപ്നം സ്വപ്നം കണ്ടത് സ്വപ്നമായിരുന്നില്ല മക്കളെ. അതൊരു സത്യമാണ്, അതൊരു ചരിത്രമാണ്. ആ അവസ്ഥയിലേക്ക് വീണ്ടും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ചരിത്രമോ? എന്ത് ചരിത്രമാണ് അപ്പച്ച? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ചരിത്രമാണോ? ഇത് ചരിത്ര പുസ്തകങ്ങളിൽ കാണാത്ത ചരിത്രമാണ് മക്കളെ. ഈ രാജ്യത്ത് കലകളും ജ്ഞാനങ്ങളും ഭരണങ്ങളും എല്ലാം ഉണ്ടായിരുന്ന, ഈ രാജ്യത്തിന്റെ അവകാശികളായിരുന്ന നിന്റെ മാതാപിതാക്കന്മാരുടെ ചരിത്രം. പിന്നീട് അവർ ഈ ഭൂമിയിൽ അടിമകളായി തീർന്ന ചരിത്രം. അടിമയ്ക്ക് അന്തി വരുത്തുവാൻ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ തിരിച്ചനുഭവം കൊണ്ട ചരിത്രം. മക്കളെ, അപ്പച്ചൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇപ്രാവശ്യ വിളവുകൾ എങ്കേതമായിരിക്കും. ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഈ പ്രാവശ്യത്തെ വിളവിന് യാതൊരു കുറവ് വന്നില്ല. സന്തോഷമായിരിക്കണോ? ആരാ ശങ്കരാത്? ചിങ്ങനാണെന്ന് തോന്നുന്നത് അമ്പ്ര. എന്താ കുഞ്ഞുങ്ങൾ 2-3 നാളായി ഒരിറ്റി കഞ്ഞിന്റെ വെള്ളം കുടിക്കാതെ കഞ്ഞിന്റെ വെള്ളം കുടിച്ചാതെ ചത്തുപോകുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം
മൂന്നെങ്കിലും ഒരൊറ്റ കഞ്ചിന്റെ വെള്ളം തമ്പ്രാ. ഓ, വേലയ്ക്ക് കൂലി ചോദിക്കാൻ വന്നിരിക്കുന്നു. ശങ്കരാ, അതിനിപ്പോ എന്താ തമ്പ്ര, നമ്മുടെ ആവശ്യത്തിന് കൂലി ഉണ്ടല്ലോ, വാരിക്കോലിയും കൊടുത്തേക്കാം. എന്താ ചിന്ന? കുഞ്ഞുങ്ങൾ 2-3 നാളായിട്ട് ഒരൊറ്റ കഞ്ഞിന്റെ വെള്ളം കുടിക്കാതെ കുഞ്ഞുങ്ങൾ ഒരൊറ്റ കഞ്ഞിന്റെ വെള്ളമെങ്കിലും. നീ വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ. നീ ഇത് കൊണ്ടുപോയി നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക. അപ്പനെന്താ നേരത്തെ എന്തിനാ പറയുന്നേ? അമ്മ എന്ത് ചെയ്യും? ഒന്നുമില്ല മക്കളെ, അപ്പനൊന്നുമില്ല. അപ്പൻ ദൂരെ ഒരു ശേഷം വരെ പോകും. അമ്മ വരുമ്പോ മക്കള് പറയണം, അപ്പോഴത്തെ ഒന്നരക്കാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, മക്കള് വയർ നിറച്ചിട്ടുണ്ട്. കുഞ്ഞുറങ്ങിയോ? വേണ്ട, അവൻ ഉറങ്ങട്ടെ. മക്കള് വാരത്തിന് അപ്പം വാരി തന്നിട്ടല്ലേ ഞാൻ എപ്പോഴും തിന്നുന്നേ. എന്റെ മക്കൾക്ക് അപ്പം വാരിത്തരാം, വയറ് നിറയെ വാരിത്തരാം. നിന്നോട് തമ്പ്രാൻ നേരത്തെ വരുന്നു പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുന്നോ? എന്റെ നേരില്ല ഈശ്വര. മേൽപോട്ട് നോക്കിയാൽ ആകായവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ഗതി വന്നെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇത് ഗതിയല്ലേ? അവരെ നീ നോക്കിക്കോളെ. അപ്പം പോവാ. ചാച്ചാ, അമ്മയെ കാണുന്നില്ലല്ലോ ചാച്ചാ. നേരെ ഒത്തിരിയായി. എനിക്ക് വിശക്കും. അപ്പനും വന്നില്ല. അപ്പൻ ഇനി വരത്തില്ല ചാച്ചാ. അപ്പനും അമ്മയും ഇപ്പൊ വരില്ല. മോൻ കരയാതെ. അതാ അങ്ങൊരു വെട്ടം കാണുന്നില്ലേ? അമ്മയാണ് തോന്നുന്നു.
ഉറങ്ങിയോ? എന്താ മക്കളെ കരയുന്നേ? വിശക്കുന്നോ? അറിയാതെ അപ്പനിപ്പോ വരുമല്ലോ. അപ്പനിപ്പോ വരുമ്പോ മക്കൾക്ക് തിന്നാൻ തമ്പുരാൻ പഠിക്കാൻ എന്തെങ്കിലും കോളാരം കൊണ്ടുവരും. മക്കൾക്ക് അറിയാതെ അപ്പം വന്നായിരുന്നമ്മേ, തിന്നാനും കൊണ്ടുവന്നു. തമ്പുരാൻ അപ്പനെ വലിച്ചുകൊണ്ട് പോയമ്മേ. അപ്പനെ നിർത്തില്ല അമ്മേ. മക്കളെ അപ്പം വരും മക്കളെ. മക്കൾ വിഷമിക്കാതെ മക്കൾ കരയല്ലേ കേട്ടോ. അപ്പൻ ഇപ്പൊ വരുവാടാ. കരയല്ലേ കരയണ്ടാ. മക്കൾ പറഞ്ഞു എന്താ ആരോഗ്യം? എന്താ വിലയും കിട്ടി? ഓനെ കൊടുക്ക. ഒരടിമയ്ക്ക് ചോറ് കൊടുക്കുന്നതിനാണ് ശേഷം വാങ്ങി തമ്പുരാന് ഒരു പെണ്ണടിമ കാണുന്നില്ല. നിന്നെ പഠിക്കുന്നതിന് വിട്ടിരിക്കുന്നു. കരയേണ്ട മക്കളെ, കാലം കഴിയുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ അപ്പനും അമ്മയുമായി വന്ന് നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം. Happy birthday.
മാതാവേ ആചാര്യദേവനാം ചൈതന്യമേ അതൊക്കെ പറഞ്ഞ് സമയം പോയി നടക്കും. മക്കൾക്ക് എന്ത് സ്കൂളിൽ പോകണ്ടേ? ഇല്ല അപ്പച്ച, ഞങ്ങൾക്ക് ഇന്ന് അവധിയാ. ഇന്ന് ഓണമായില്ലേ മക്കളെ? ആയി വരുന്നു അപ്പച്ച. അടുത്ത ആഴ്ച ഓണപരീക്ഷയാണ്. അത് കഴിഞ്ഞ് ഓണപരിപാടികളുമുണ്ട്. എല്ലാവരുടെയും രക്ഷകർത്താക്കളൊക്കെ വരും. അപ്പച്ചനെയും ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? വേണ്ട മക്കളെ, അപ്പച്ചൻ വരുന്നില്ല. അപ്പച്ചന്റെ ചെറുപ്പത്തിലൊക്കെ എന്തൊരാഘോഷമായിരുന്നല്ലോ. ഓണക്കളികളും പൂക്കളും ഒക്കെ എന്തൊരാഘോഷമായിരുന്നു. ഇന്നതൊക്കെ ടി വിക്കാരല്ലേ ആഘോഷിക്കുന്നത്. ഇന്ന് ടി വിക്കാരല്ലേ ഓണം ആഘോഷിക്കുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മകൾ നിലനിർത്തുന്ന കേരളീയരുടെ ദേശീയ ഉത്സവം. പക്ഷേ നമ്മുടെ ഓണം, വാഴ്ചയുഗത്തിന്റെ ഓണം അതല്ല മക്കളെ. നമുക്ക് മറ്റൊരു ഓണം ഉണ്ടോ അപ്പച്ച? ഉണ്ട്. ഇത് മലയാള മാസം ഏതാ? ഇന്ന് ചിങ്ങം 5 അപ്പച്ച. ചിങ്ങം 9. അതാണ് മക്കളെ നമ്മുടെ ഓണം. അപ്പച്ചൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവം ഈ ഭൂമിയിൽ അവതരിച്ച സത്യം. ആ ദൈവം നമുക്കായി നൽകിയ വാഴ്ചയുഗത്തിലെ തിരുവോണം. അന്ന് പൊയ്കയും പാട്ടും സദ്യയുമൊക്കെയായി എന്തൊരാഘോഷമാണെന്ന്. ഞങ്ങൾക്ക് പൊയ്കയിൽ പോണോ അപ്പച്ച? ഞങ്ങൾക്ക് പൊയ്കയിൽ പോകുവാൻ എന്താഗ്രഹമാണെന്നോ. പക്ഷെ ഞങ്ങൾ ഇതുവരെ പൊയ്കയിൽ പോയിട്ടില്ല. ഞാൻ ഓരോന്ന് പറഞ്ഞ് മക്കൾ കാശ് കൊടുത്തു. മക്കളെ, നിങ്ങൾക്കറിയില്ലേ, അച്ഛന് കിട്ടുന്ന പെൻഷൻ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങളും നിങ്ങളുടെ അച്ഛന്റെ മരുന്നിന്റെ കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പിന്നെ അപ്പച്ചൻ എങ്ങനെ കൊണ്ടുപോകാനാ? ഓണത്തിന്റെ പെൻഷൻ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടുന്ന് പോകുന്നവരുടെ കൂടെ നിങ്ങളെയും കൊണ്ടുപോകാമായിരുന്നു. ആ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. സാരമില്ല അപ്പച്ച, ഞങ്ങൾക്ക് പോവണ്ട. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ആശിച്ചു. സാരമില്ല. ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നി. ഞങ്ങളൊന്ന് പോയി നോക്കി വരാം അപ്പച്ച. അപ്പച്ച, ഇത് കണ്ടോ? ഇത് എവിടുന്ന് കിട്ടി മക്കളെ? ആര് തന്നതാ? എവിടുന്ന് കിട്ടി? അപ്പച്ചൻ പറഞ്ഞില്ലേ ഓണത്തിന് പെൻഷൻ ഉണ്ടെന്ന്. ചിലപ്പോ അതായിരിക്കും. 2 അച്ചാച്ചന്മാർ, അവരാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നത്. അവർക്ക് അപ്പച്ചനെയും അച്ഛനെയും ഒക്കെ അറിയാമെന്ന് പറഞ്ഞു. അവർ കുറെ നേരം ഞങ്ങളെ നോക്കി, പിന്നെ അവരങ്ങ് പോയി. അതിപ്പോ ആരാ? സർക്കാരിൽ നിന്നുള്ള പെൻഷൻ ആണെങ്കിൽ ഉപ്പിടാൻ വിളിക്കേണ്ടതാണല്ലോ. ഇതിപ്പം ഉടുപ്പുകളും ഉണ്ടല്ലോ. എന്തായാലും മക്കൾക്ക് സന്തോഷമായല്ലോ. ഇത് അവന്റെ ശബ്ദമല്ലേ? എന്റെ മോന്റെ. ദേ അച്ചാച്ചൻ. ചാച്ചാ, എത്ര കാലമാണ് മക്കളെ മോനെ. മക്കളെ, എന്റെ അപ്പനും അപ്പൂമ്മല്ല, ഈ ദൈവസത്യം തിരിച്ചറിയാമായിരുന്നു മക്കളെ. ജീവിക്കാനുള്ള ഓട്ടത്തിൽ, പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിൽ അപ്പനാണ് സത്യം. എന്നെ കൊണ്ട് വന്നത് പറഞ്ഞു തരാൻ സാധിച്ചില്ല. അതില്ല അപ്പ അനുഭവിച്ചത്. നിവർന്ന് നിൽക്കാൻ പോലും പറ്റാതെ എത്ര നാള് അച്ഛന്റെ മുന്നിൽ മക്കളെ മുത്തനോട് പോലും പൈസയുമായി വന്ന അച്ചാച്ചമ്മ അച്ഛൻ്റെ അടുത്തും വന്നു. അച്ഛനോട്
സാരമില്ലാതെ പറഞ്ഞു അച്ഛനെ ആശ്വസിപ്പിച്ചു. അച്ഛാ അച്ഛാ എനിക്കെല്ലാം മനസ്സിലായി മോനെ. എനിക്കെല്ലാം മനസ്സിലായി മോനെ. ആരാണോ ചേച്ചൻ പറയച്ചാ? അച്ഛൻ അസുഖം മാറ്റിയ അച്ഛനെ ആശ്വസിപ്പിച്ച ഞങ്ങൾക്ക് പുത്തൻ ഉടുപ്പ് കൊടുത്തന്ന ആ അച്ഛന്മാർ അവരാരാണ് അച്ഛാ? അച്ഛന്റെ പൊന്നു മക്കളെ, അത് അത് അപ്പച്ചൻ പറഞ്ഞു തന്നിട്ടുള്ള പാഴ്ചയത്തിന്റെ രക്ഷാവഴിയിലുള്ള മക്കളെ. മോനെ, മോനെ, നീ കുട്ടികളുമായി പൊയ്യയിലേക്ക് പോ. നീ അറിഞ്ഞ ശബ്ദം ഈ വാഴ്ചയുഗ സന്തതികൾ തിരിച്ചറിയട്ടെ. യുഗയുഗാന്തരങ്ങളുടെ വിമോചനത്തിന്റെ തിരിച്ചറിവിന്റെ ശബ്ദം. നാടകം